ഓക്കെ. നമ്മൾ ആദ്യം നോക്കിയതും എന്തായിരുന്നു, സംജ്ഞാപ്രകരണമായിരുന്നു. സംജ്ഞാപ്രകരണത്തിന് ശേഷം നമ്മൾ നോക്കുന്നത് ഏതാണ്, അച്ചസന്ധി പ്രകരണമാണ്. അതായത് അച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്വരാക്ഷരങ്ങൾ. അപ്പോൾ സ്വരാക്ഷരങ്ങളിൽ വരുന്ന സന്ധികളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് സൂത്രം എന്ന് പറയുന്നതാണ് ഏത്, ഇക്കോ എണച്ചി. ഇക്കോ എണച്ചി. അതിൻ്റെ വൃത്തി എന്താ, ഇക്കഹ സ്ഥാനേ യൻ സ്യാതചി സംഹിതായാം വിഷയേ. ഓക്കെ. ഇക്കോ എണച്ചി ഇക്കഹ സ്ഥാനേ യൻ സ്യാതചി സംഹിതായാം വിഷയേ. അപ്പോൾ നമുക്ക് ഇത് എന്തൊക്കെയാണ്, അതായത് ഇത് നമ്മൾ പിരിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ വരും എന്നുള്ളത് നോക്കണം. ഇതിൽ പിരിക്കുമ്പോൾ എന്തൊക്കെ വരും, അതായത് ഒന്ന് ഒന്ന് വന്നിട്ട് എന്തൊക്കെ, ഇക്കോ എണച്ചി, ഇക്കോ എണച്ചി, ഇതാണ് സൂത്രം. ഇത് ചായാണ്. ഓക്കെ. ഇക്കോ എണച്ചി, ഇതാണ് സൂത്രം. അപ്പോൾ ഇത് നമ്മൾ പിരിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ വരും, ഒന്ന് വന്നിട്ട് എന്തൊക്കെ വരും, ഇക്ക്, പിന്നെ എണ്, അജി. ഇക്ക് എണ് അജി. അപ്പോൾ ഇതിൽ ഇക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, പ്രത്യാഹാരങ്ങളാണ് ഇക്ക്. അപ്പോൾ ഈ ഇക്ക് പ്രത്യാഹാരത്തിൽ എന്തൊക്കെ വരും, ഏതൊക്കെ അക്ഷരങ്ങൾ വരും, ഏതൊക്കെ അക്ഷരങ്ങൾ വരും, ഈ, ഉ, ഋ, ഋ. മാഹേശ്വര സൂത്രം ഉച്ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയും ഇക്കക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇനി അതുപോലെ എണും, എണക്ഷരങ്ങൾ ഏതാണ്, യാ, വ, രാം, ല. ഇനി ഇതിൽ വരുന്നത് ഈ അച്ച്. എന്താണ് ഈ അച്ച്, അജി. അജി എന്ന് പറയുന്നത് എന്താണ്, അച്ചിൻ്റെ ഷഷ്ടിയാണ് ഇത്. ഓക്കെ. അച്ചിൻ്റെ ഷഷ്ടിയാണ് എന്ന് പറയുന്നത് അജി എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ അതെന്താണ്, അത് പരം. അതായത് ഈ അച്ച് പരത്തിൽ വന്നാൽ എന്താണ്, ഇക്കിൻ്റെ സ്ഥാനത്ത് യണ് വരും. ഓക്കെ. അച്ച് പരത്തിൽ വന്നാൽ ഇക്കിൻ്റെ സ്ഥാനത്ത് യണ് വരും. ഓക്കെ. അതാണ് ഈ സൂത്രം കൊണ്ട് പറയുന്നത്. ഈ സൂത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. എന്താണ്, ഇകഹ സ്ഥാനി യൻ സ്യാത് അച്ചി, ഇക്കിൻ്റെ സ്ഥാനത്ത് യണ് വരും. എപ്പോൾ, അച്ച് പരമായിട്ട് ഇരുന്നാൽ. ഓക്കെ. ഈ അച്ച് പരമായിട്ട് ഇരുന്നാൽ ഇക്കിൻ്റെ സ്ഥാനത്ത് യണ് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ ഇക്കിന്, ഇപ്പം ഈ, ഉ, ഋ, ഋ, ഇതാണ് ഇക്ക്. ഈ ഇക്കിന് ക്രമമായിട്ടായിരിക്കും എന്ത് വരിക, യണ് വരിക. അതായത് പറഞ്ഞുതരാം. ഇപ്പോൾ ക്രമമായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈക്ക് ക്രമമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈക്ക് എന്ത് വരും, ഈക്ക് യു വരും. ഓക്കെ. പിന്നെ ഊന് എന്ത് വരും, വ് വരും. പിന്നെ അത് കഴിഞ്ഞാൽ ഋന് രു വരും, അല്ലെങ്കിൽ ലേപം വരും. ഓക്കെ. രണ്ടും ഒന്നാണ്. നമ്മൾ രു എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്താ പറയുക, അവിടെ രേപം എന്നാണ് പറയാം. ഓക്കെ. പിന്നെ അതുപോലെ ഋന് ലു വരും. ഓക്കെ. ഇങ്ങനെയാണ് അത് ആദേശം വരിക. ഓക്കെ. അപ്പോൾ ഈക്ക് യു വരും, ഊന് വ് വരും, ഋന് രു വരും, ഋന് ലു വരും. എപ്പോൾ, പ്ലസ്. അതായത് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം. ഓക്കെ. പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം. എന്തധികമാണ്, അതായത് എന്തിന് ശേഷം, പ്ലസ്സിന് ശേഷം എന്ത് വരണം, പരം എന്ന് പറഞ്ഞാൽ ശേഷം എന്നുള്ള അർത്ഥം. അപ്പം പ്ലസ്സിന് ശേഷം എന്ത് വരണം, അച്ച് വരണം. ഓക്കെ. അച്ച് വന്നാൽ മാത്രമേ എന്താവുള്ളൂ, അതിനു മുമ്പ് ഈ ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇക്ക്
ഇക്കിന് ശേഷം അച്ച് വന്നാൽ ഇക്കിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? യണ് വരും. ഓക്കെ, അങ്ങനെയാണ് സൂത്രം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ആണ് എന്ന് വെക്കാം. അപ്പോൾ ഈൻ്റെ സ്ഥാനത്ത് അച്ച് വന്നാൽ ഇവിടെ എന്ത് വരും? യു വരും. അതുപോലെ ഈൻ്റെ സ്ഥാനത്ത് ഊ വന്നാൽ അവിടെ എന്ത് വരും? വു വരും. ഈൻ്റെ സ്ഥാനത്ത് ജു വന്നു കഴിഞ്ഞാൽ ഈൻ്റെ സ്ഥാനത്ത് റ് വന്നു കഴിഞ്ഞാൽ യു വരും. ലു വന്നു കഴിഞ്ഞാൽ ലു വരും. മനസ്സിലായോ? ഇങ്ങനെയാണ് അത് വരിക. അപ്പോൾ എന്താണ് സൂത്രം? മെയിൻ സൂത്രമാണിത്. ഏത്? ഇക്കോയണിച്ച് ഇകഹസ്ഥാനെ യൻ സ്യാത് അച്ചി സംഹിതായാം വിഷയേ. ഓക്കെ, ഈ സംഹിതായാം വിഷയേ എന്ന് പറയുന്നത് എന്താണ്? സംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധി എന്നാണ് അർത്ഥം. ഓക്കെ, സന്ധിയിലുള്ള വിഷയം, വിവേക്ഷ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു വൃത്തി പഠിച്ചു വയ്ക്കുക. അതുപോലെ സൂത്രവും പഠിക്കാം. ഇനി അതുപോലെ ഇതിൽ വേറൊരു 2 സൂത്രങ്ങളും കൂടി പറയുന്നുണ്ട്. 2 സൂത്രങ്ങൾ ഇക്കോ എനർജിയുടെ കൂടെ തന്നെ വേറെ 2 സൂത്രങ്ങളും കൂടി പറയുന്നുണ്ട്. ഏതാണ്? തസ്മിന്നിധി നിർദ്ദിഷ്ടേ പൂർവസ്യ എന്ന് പറയുന്ന സൂത്രം. കണ്ടോ? തസ്മിന്നിധി നിർദ്ദിഷ്ടേ പൂർവസ്യ. ഓക്കെ, തസ്മിന്നിധി നിർദ്ദിഷ്ടേ പൂർവസ്യ എന്ന് പറയുന്ന സൂത്രം. അതായത് തസ്മിൻ എന്ന് പറഞ്ഞതിന് എന്താണ്? തസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്തമിയിൽ പറയുന്ന കാര്യം. ഇവിടെ സപ്തമിയിൽ പറയുന്ന കാര്യം എന്താണ്? ഇവിടെ സപ്തമിയിൽ പറയുന്ന കാര്യം എന്തായിരുന്നു? സപ്തമിയിൽ പറയുമ്പോൾ ഇതിൻ്റെ പൂർവ്വത്തിൽ മാറ്റം വരുന്നു. അതായത് ശരിക്കും എന്താണ്? ഇത് സഹായക സൂത്രമാണ്. ഈ തസ്മിൻ ഇതിൽ നിർദ്ദിഷ്ടേ എന്ന് പറയുന്നത് എന്താണ്? ഒരു സഹായിക സൂത്രം. ഒരു മിനിറ്റ്, അത് മൊത്തം പോയി. ഓക്കെ, തസ്മിൻ നിധി നിർദ്ദിഷ്ടേ എന്ന് പറയുന്നത് എന്താണ്? ഒരു സഹായക അതെന്താണ്? ഒരു സഹായക സൂത്രമാണ്. ഓക്കെ, തസ്മിൻ നിധി നിർദ്ദിഷ്ട എന്ന് പറയുന്ന ഒരു സഹായക സൂത്രമാണ്. അതിലെന്താ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ പൂർവ്വരൂപത്തിന് മാറ്റം വരും. ഓക്കെ, തസ്മിൻ എന്ന് പറഞ്ഞാൽ സപ്തമിയിലാണ്. തസ്മിൻ എന്ന് പറഞ്ഞാൽ സപ്തമി എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ ഇതിൽ വലുതായിട്ട് എന്താ പറയുന്നത്? ഇതിൻ്റെ പൂർവ്വരൂപത്തിന് എന്തു വരും? മാറ്റം വരും. ഓക്കെ, അപ്പോൾ മനസ്സിലായി. ഓക്കെ. എന്തറിയോ? തസ്മിൻ ഇത് നിർദ്ദിഷ്ടേ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, തസ്മിൻ പറഞ്ഞാൽ നമ്മൾ സപ്തമിയിൽ പറയുന്ന കാര്യത്തിനെയാണ് നമ്മളിവിടെ തസ്മിൻ എന്ന് പറയുന്നത്. ഇവിടെ സപ്തമിയിൽ പറയുന്നത് ഏതറിയോ? സപ്തമിയിൽ പറയുന്നത് ഏതറിയോ? അച്ച്. ഓക്കെ, അച്ചാണ് നമ്മളിവിടെ സപ്തമിയിൽ പറയുന്നത്. അപ്പോൾ ഈ സപ്തമിയിൽ പറയുമ്പോൾ അതിൻ്റെ പൂർവ്വരൂപത്തിന് മാറ്റം വരും. മനസ്സിലായോ? സപ്തമിയിൽ പറയുന്നതിൻ്റെ പൂർവ്വരൂപത്തിന് മാറ്റം വരും. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇപ്പം അച്ചെന്ന് പറയുന്നത് ശേഷമാണ്, പരത്തിലാണ് വരുന്നത്. അപ്പോൾ അതിന് മുൻപാണ് എന്ത് വരുന്നത്? ഇക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇക്കിനവിടെ മാറ്റം വരുന്നു. അപ്പോൾ ഇക്ക് എന്താണ്? അച്ചിൻ്റെ പൂർവ്വത്തിലുള്ള കാര്യമാണ് ഏത്? ഇക്കെന്ന് പറയണത്. ഓക്കെ, അതിനവിടെ മാറ്റം വരുന്നു. ഓക്കെ, അതുപോലെ ഇനി അടുത്തൊരു സൂത്രമാണ് ഏത്? സ്ഥാനേ അന്തരമഹ. ഓക്കെ, സ്ഥാനേനന്തരമഹ. അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സദൃശ്യമായിട്ടുള്ളതാണ് അവിടെ എന്ത് വരിക? മാറ്റം വരിക, ആദേശമായിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ 4 ഇത് പഠിച്ചിട്ടുണ്ട്. അതായത് ആഗമം, ആദേശം, ലോപം, പ്രകൃതിഭാവം എന്നിങ്ങനെ 4 ഡിവിഷൻസ് സന്ധി ചെയ്യുമ്പോൾ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വരും എന്ന് പറയാം. അപ്പോൾ ആദേശം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുഴുവനായിട്ടും എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥാനേനന്തരമഹ എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഏതാണോ സ്ഥാനം, എന്താണോ സ്ഥാനത്ത്, ഏതിൻ്റെയാണോ സ്ഥാനത്ത് മാറ്റം വരുന്നത് അതിൻ്റെ അതേ സ്ഥാനത്താണ് എന്ത് വരിക? ആദേശം വരിക. അതെന്ന് പറഞ്ഞിട്ട് അതെന്താണ്? ഈ എന്താ പറയുക?
അത് രണ്ടും ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ സംജ്ഞാപ്രകരണം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് തുല്യാസ്യ പ്രയത്നം സവർണം പറഞ്ഞ് പഠിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇജുയേഷാനാം താലുഹു എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഇകാരവും ചവർഗവും പിന്നെ ശകാരം ഈ സാധനങ്ങളെ നമ്മൾ ഉച്ചരിക്കുന്നത് ഏത് വെച്ചിട്ടാണ്? താലു യൂസ് ചെയ്തിട്ടാണ്. താലു എന്ന് പറയുന്ന സ്ഥാനം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുക. അപ്പോൾ ഇത് രണ്ടും, അതായത് ഇകാരമെന്നും യകാരം ഇജു യശാനാം യകാരവുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇകാരവും യകാരവും ഒക്കെ എന്താണ്, ഒരേ കാറ്റഗറിയിൽ വരുന്നത് കൊണ്ടും അതിന് തമ്മിൽ സാദൃശ്യമുള്ളത് കൊണ്ടും തന്നെ എന്താണ് ഇവിടെ എന്താണ് ഏതിൻ്റെയാണോ സ്ഥാനത്ത് മാറ്റം വരുന്നത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ അത് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈക്കാണ് മാറ്റം വരുന്നെങ്കിൽ ഈൻ്റെ സ്ഥാനത്താണ് എന്ത് വരിക, യു വരിക. ഊക്കാണ് മാറ്റം വരുന്നെങ്കിൽ ഊൻ്റെ സ്ഥാനത്ത് വു വരും. ആണ് മാറ്റം വരുന്നെങ്കിൽ ഋൻ്റെ സ്ഥാനത്ത് രേപം വരും. ഋനാണ് മാറ്റം വരുന്നെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് ല് വരും. ഓക്കെ, ഇനി അടുത്തൊരു സൂത്രം എന്ന് പറയുന്നത് ഏതാണ്? അനജീച്ച. ഓക്കെ, അനജീച്ചാൻ്റെ എന്താ പറയണേ ചോദിച്ചു കഴിഞ്ഞാൽ അജഹ പരസ്യ യരോ ദ്വേ വാസ് തതോ ഞ്വജി. അതായത് ഇതിലൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, സുദ്യുഭാസ്യ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിലുള്ള ദകാരം, അതായത് ഈ ദകാരം ഇവിടെ ഈ അനജീച്ച എന്ന് പറയുന്ന സൂത്രം കൊണ്ട് അത് എന്തായി പോവും? അതിന് ദ്വിത്വം വരും, അതായത് അത് 2 പ്രാവശ്യം ഇരട്ടിച്ചിട്ട് വരും. മനസ്സിലായോ? അതായത് അനജീച്ച എന്ന് പറയുന്ന സൂത്രം കൊണ്ട് അച്ച് പരമായി വരുമ്പോൾ അവിടെ എന്താണ്, ഈ ദകാരം ഇരട്ടിച്ച് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് എന്ത് വരും? ദ്വിത്വം വരും. ഇനി അടുത്തത് വന്നിട്ട് എന്താ പറയണേ വെച്ച് കഴിഞ്ഞാൽ ജലാം ജഷി ജഷി. ഓക്കെ, ജലാം ജഷി അതിലെന്താ പറയുക, ഇപ്പം ഈ ദകാരം ഈ ദ് വന്നല്ലോ, ഈ ദ് എന്തായിട്ട് മാറും? ദകാരമായിട്ട് മാറും, അതായത് ദന്തത്തെ ദ ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഈ ജലാം ജഷിയിലൊക്കെ പറയുന്നത്. നമുക്ക് ഉദാഹരണം പഠിക്കുമ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഒരു 2 സൂത്രം പറയുന്നുണ്ട്. അതേതാണ്? ഒന്ന് സംയോഗാനന്ദസ്യ ലോപഹ. അതെന്താണെന്ന് പറയുക, ഈ അനുബന്ധ ലോപം. അതായത് ചിലപ്പോൾ ഇപ്പോൾ ലോപസപ്ന നമ്മൾ പറഞ്ഞു എന്താണ്, അദർശനം ലോപഹ. ഈ അദർശനം ലോപ വന്നു കഴിഞ്ഞാൽ അതിനെന്താണ്, അവിടെ തസ്യ ലോപഹയും വരും. ഓക്കെ, അദർശനം ലോപഹ വന്നു കഴിഞ്ഞാൽ അവിടെ തസ്യ ലോപഹയും വരും എന്നാണ് പറഞ്ഞത്. അതേപോലെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഒരു സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോ അന്ത്യസ്യ, അതായത് സപ്തമിയിൽ എന്താണോ പറയുന്നത് അതിനാണ് അവിടെ ആദേശം വരുന്നത്. സപ്തമി അല്ല, ഷഷ്ടിയിൽ പറയുന്നതിനാണ് ഇവിടെ ആദേശം വരുന്നത്. ഓക്കെ, ഇവിടെ ഷഷ്ടിയിൽ പറയുന്നത് ഏതാണ്? ഇക്ക്. ഓക്കെ, ഇക്കിന് യണ് വരും. ഓക്കെ, ഇക്കിന് യണ് വരും എന്നാണ് ഇതിലും പറയണത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് മെയിൻ സൂത്രമല്ല. ചില സ്ഥലത്ത് ഇപ്പോൾ പ്രതിഷേധ സൂത്രമായിട്ടും ചില സ്ഥലത്ത് ഇത് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് നമുക്ക് നോക്കാറുള്ളത്. ഇതിൽ ഉദാഹരണം വന്നിട്ട് ദവടണ്ട്. കണ്ടോ, സുദ്യുഭാസ്യ. അതാണ് അതിൻ്റെ എന്ത് പറയുന്നത്, ഉദാഹരണം പറയണത്. ഓക്കെ, നമുക്കപ്പോൾ അതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്കത് നോക്കാം. ഒരു മിനിറ്റ്. സുദ്യുഭാസ്യ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതിനെ ഇനി എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ പിരിക്കണം. അപ്പം എങ്ങനെ വരും? സുതി പ്ലസ് ഉപാസ്യ എന്ന് വരും. നമുക്ക് തന്ന ഉദാഹരണം എന്താണ്? സുദ്യുഭാസ്യ എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ച് എഴുതിയതാണ് നമുക്ക് തന്നത്. നമ്മൾ ഇതിനെ പിരിച്ചിട്ട് വേണം ഇനി എഴുതാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഇപ്പോൾ ഇന്നിങ്ങനെ ഏരോ മാർക്ക് ഇട്ടിട്ട് എഴുതാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? സുതി പ്ലസ്
ഉപാസ്യ എന്ന് വരും. ഓക്കെ, സുതി പ്ലസ് ഉപാസ്യ എന്ന് വരും. ഇതിൽ ഇത് കണ്ടോ, ഇവിടെ സുതി, അപ്പോൾ എന്താ പറയുക, ഈ ആണ് വരുന്നത്. ഓക്കെ, പ്ലസ് അതിന് ശേഷം എന്താണ് വന്നിരിക്കുന്നത്, ഉ എന്ന് പറഞ്ഞാൽ എന്താ, അച്ചാണ്. ഓക്കെ, അച്ചാണ്. അപ്പോൾ ഇവിടെ എന്ത് വരണം, യു വരണം. ഓക്കെ, അപ്പോൾ യു വരണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതും, ഇതിന് അടുത്ത സ്റ്റെപ്പിൽ ഇത് വരുമ്പോൾ അപ്പോൾ ഇയും വന്നു, ഊയും വന്നു. അപ്പോൾ നമ്മളിവിടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എഴുതുമ്പോൾ അവിടെ എന്ത് വരണം, യു വരണം. അപ്പോൾ എങ്ങനെ എഴുതും, യു. ഓക്കെ, യു ഉപാസ്യ. ഉപാസ്യ എന്നുള്ളതിനൊന്നും മാറ്റം വരുന്നില്ല, അതങ്ങനെ എഴുതിയിട്ട് വരാം. ഓക്കെ, യു ഉപാസ്യ. ഇനി അടുത്തതിൽ അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ബ്രാക്കറ്റിൽ നമുക്ക് സൂത്രങ്ങൾ എഴുതി പോകണം. അപ്പോൾ നമ്മൾ ഏതൊക്കെ സൂത്രങ്ങൾ ഇവിടെ എഴുതും, ഒന്ന് വന്നിട്ട് ഇക്കോ എനർജി സൂത്രം എഴുതണം. പിന്നെ അതേപോലെ ഏതാണ്, തസ്മിന്നിധി നിർദ്ദിഷ്ടേ എന്നുള്ളത് എഴുതണം. സ്ഥാനേനന്തരതമഃ എന്ന് പറയുന്ന സൂത്രവും എഴുതണം. നമ്മൾ ഫസ്റ്റ് പഠിച്ച 3 സൂത്രങ്ങളും ഇവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ എന്ത് പറഞ്ഞു, ഈൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു, യു വന്നു. ഇനി അത് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, എന്ത് വന്നു, ഇപ്പോൾ സൂവിൻ്റെ സ്ഥാനത്ത് ഈൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു, യു വന്നു. ഇനി അടുത്തത് നമ്മൾ എന്താ പറഞ്ഞത്, ഓക്കെ, അടുത്തത് നമ്മൾ എന്താ പറഞ്ഞത്, അനചീച്ചയാണ് അടുത്ത സൂത്രം. അവിടെ എന്താ പറഞ്ഞത്, ഈ ദകാരം, അതായത് അവിടെ ദകാരം ഇരട്ടിക്കും. അപ്പോൾ ഓക്കെ, ഉപാസ്യ എന്ന് വരും. അവിടെ ദകാരം എന്തായി മാറും, ഇരട്ടിക്കും എന്ന് പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് ഏതാ, ജലാം ജഷും. ഓക്കെ, ജലാം ജഷിൽ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഫസ്റ്റത്തെ ദകാരം, ഓക്കെ, പ്രഥമ ദകാരം എന്തായിട്ട് ദകാരമായിട്ട് മാറും, അതായത് ദന്തത്തെ ദ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഉപാസ്യ എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് ആ സ്റ്റേജസ് വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് എന്ത് വരും, ലാസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഓക്കെ, ഇവിടെ ഞാൻ എഴുതിയതിലൊരു മിസ്റ്റേക്ക് വന്നു. ഇവിടെ ഒരു ദകാരമുണ്ട് കേട്ടോ, ദകാരമുണ്ട്, അങ്ങനെയാണ് എഴുതിയത്, യു ഭാസ്യ. അതിന് അവസരം ഈ ദകാരം വന്നില്ലേ, ഈ ദകാരം വന്ന അവസാനം എന്താവും, ഈ സ്റ്റേജിക്ക് നമുക്ക് എത്തും. കാരണം ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നിച്ച് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ലാസ്റ്റ് നിർത്തിയത് ഇങ്ങനെ സുദ്യുഭാസിയിലാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് നിർത്തിയത്. ഇപ്പോൾ ഇവിടെ എന്താണ്, അനജീച്ച കൊണ്ട് ഇവിടെ ദകാരം ഇരട്ടിച്ചു, ഈ ദകാരം ഇരട്ടിച്ചു. അത് കഴിഞ്ഞ് അടുത്തതിൽ ദകാരം, അതായത് ഫസ്റ്റ് ഈ ദകാരം പോയിട്ട് ഈ ദകാരമായി. ഏത് സൂത്രം കൊണ്ടാണ്, ജലാം ജഷ് കൊണ്ട് അതങ്ങനെയായിട്ട് മാറി. അവസാനം നമ്മൾ പറഞ്ഞു ഏതാണ്, സംയോഗാനന്ദസ്യ ലോപഹ്യം, പിന്നെ അലോ അന്ത്യസ്യ എന്ന് പറയുന്ന ആ രണ്ടെണ്ണം അതിൽ വന്ന് എന്തായി, അത് സുദ്യുഭാസ്യ എന്ന് പറയുന്ന ഈ ഒരു ലാസ്റ്റ് ഫോമിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഇതിൽ അതേപോലെ വേറെ 1-2 ഉദാഹരണങ്ങളും കൂടി ഉണ്ട്. ഒന്ന് വന്നിട്ട്, അതായത് ഇപ്പോൾ ഇതിൽ 4 അക്ഷരങ്ങളാണ് വരുന്നത്. ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ വരുന്ന അക്ഷരങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതേപോലെ വേറെ, അതായത് ഊ വരുന്ന അക്ഷരങ്ങളുണ്ടാവും, റ് വരുന്ന അക്ഷരങ്ങൾ, മറ്റേ എന്താ പറയുക, ലാ വരുന്ന അക്ഷരങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് അതിൽ വന്നിരിക്കുന്ന ഒരു ഉദാഹരണം വന്നിട്ട് ഏതാണ്, ഇതാണ്. അതായത് ഉദാഹരണം വന്നിട്ട് മധ്വരി.
ദാ അവിടെ ഉണ്ട് കണ്ടോ, ദാ മധ്വരി, ധ്വരി. അപ്പോൾ അതെങ്ങനെ, ദാ മധ്വരിഹി, മധ്വരി വന്നിട്ടുണ്ട്. പിന്നെ ലാകൃതിഹി, പിന്നെ ഒന്ന് വന്നിട്ട് പിന്നെ ഏതോ ഒന്നും കൂടി ദാ ഇവിടെ ഉണ്ട്, അതിൻ്റെ ലാസ്റ്റ് ഉണ്ട് ധാത്രാംശം. ഓക്കെ, അപ്പോൾ ഇത് തനിയെ ചെയ്തു നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം പറയാം കേട്ടോ. ഓക്കെ, അത് കിട്ടും, സംഭവം അത്രേ ഉള്ളൂ. മധ്വരി എന്ന് പറയുന്നത് നമ്മൾ ശുദ്ധിഭാസി എഴുതിയ പോലെ തന്നെയാണ് മധ്വരി എഴുതേണ്ടത്. ധാത്രാംശവും ലാകൃതിയിലും മറ്റേ എന്താ പറയുക, അവിടെ ദകാരം ഇരട്ടിക്കുക, അല്ല അതായത് ചെറിയ സ്റ്റേജസുകൾ ഉണ്ടാവുള്ളൂ. ധാത്രാംശത്തിൽ തകാരമാണ് വരിക, തകാരം ഇരട്ടിക്കും. മറ്റേതിൽ ലാകൃതിയിൽ ഒന്നുമില്ല, ലാ അധികം ആകൃതിഹി എന്ന് വരും. ഓക്കെ, ആ ഒരു സ്റ്റേജസിക്ക് മാത്രമേ വരുള്ളൂ, അങ്ങനെ വരുള്ളൂ കേട്ടോ. ലാകൃതിയിൽ മാത്രം കുറച്ചത് കുറവാണ്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിയിട്ട് ചെയ്തിട്ട് നോക്കിയിട്ട് പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് എടുത്തുതരാം. അതേതാണ് ഇനി അടുത്ത സൂത്രം എന്ന് പറയുന്നത് ഏജോയവായ സൂത്രമാണ്. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.